ഹായ് ഫ്രണ്ട്സ്, നമ്മൾ HSTക്ക് വേണ്ടി മോഡ്യൂൾ 8 ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. 21वीं सदी का ഹിന്ദി സാഹിത്യ ഗദ്യ അവർ പദ്യം. അതിൽ 21वीं सदी का ഹിന്ദി കഥാസാഹിത്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. കഥാസാഹിത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഹാനി, ഉപന്യാസം വരും. അതിൽ മഹിളാ ലേഖികമാർ इस काल में लेखिकाओं जैसे गीतांजलि श्री, मैत्रेयी, पुष्पा, ममता कालिया और कृष्णा सोबती ने अपने प्रयोगात्मक लेखन से साहित्य को नया आयाम दिया है നമ്മൾ പറഞ്ഞു. അതിൽ ഗീതാഞ്ജലി ശ്രീ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ആ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൃഷ്ണ സോബതി. കൃഷ്ണ സോബതിയുടെ ജീവൻ പരിചയം നമുക്കതിൽ നോക്കാം. കൃഷ്ണ സോബതി का जन्म 18 फरवरी 1925 को गुजरात में हुआ था. കൃഷ്ണ സോബതി ജനിച്ചത് ഫെബ്രുവരി 18, 1925 ഗുജറാത്തിൽ. भारत विभाजन के बाद गुजरात का वह हिस्सा पाकिस्तान में चला गया और वे दिल्ली आकर बस गई. ഇന്ത്യ പാർട്ടീഷൻ സമയത്ത് ഭാരതത്തിൻ്റെ ആ പാർട്ട് അവിടെയായിപ്പോയി, പാകിസ്ഥാനിലായിപ്പോയി. അങ്ങനെ അവിടെ അവരെന്ത് ചെയ്തു, ദില്ലിയിൽ വന്ന് പിന്നെ താമസിച്ചു. यह मुख्यतः कहानी लेखिका है. അവർ കഹാനിക്കാരാണ് പ്രധാനമായിട്ടും. ഉൻകി ശിക്ഷ ദില്ലി അവർ ഷിംല മേ ഹുയി. വിദ്യാഭ്യാസമൊക്കെ നേടിയത് ദില്ലിയിലും ഷിംലയിലുമായിട്ടാണ്. ഉन्होंने अपनी उच्च शिक्षा ഫത്തേഹ് ചന്ദ് കോളേജ് ലാഹോർ മേ ശുരു की. ഹയർ എഡ്യൂക്കേഷൻ ലാഹോറിലെ ഫത്തേഹ് ചന്ദ് കോളേജിലാണ് തുടങ്ങിയത്. ലേക്കിൻ ഭാരത് വിഭാജൻ ഹോനെ പർ ഭാരത് ലൗട്ടായി. നമ്മൾ പറഞ്ഞു ഇന്ത്യ പാർട്ടീഷൻ സമയത്ത് ഇത് പാകിസ്ഥാനിലായി പോയത് കൊണ്ട് ആ പ്രദേശം അവർ തിരിച്ച് ദില്ലിയിൽ വന്നു. വിഭാജൻ കെ തുരന്ത് ബാദ് ഉन्होंने ഭാരത് के राजस्थान में सिरोही के बाल महाराजा महाराज तेज सिंह के शासन के रूप में 2 साल तक काम किया. പാർട്ടീഷന് ശേഷം അവർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ രാജസ്ഥാനിലെ സിരോഹി കെ ബാൽ മഹാരാജ്, അവിടെ മഹാരാജ് തേജ് സിംഹ് കെ ശാസൻ കെ രൂപം, മഹാരാജ് തേജ് സിംഹിൻ്റെ ഭരണത്തിന് കീഴിൽ 2 साल തക് കാം കിയ, 2 വർഷക്കാലം ജോലി ചെയ്തു. അതിനുശേഷം അവരുടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ अपने 17वें जन्मदिन के बाद उन्होंने डोगरी लेखक शिवनाथ जी से विवाह किया. തൻ്റെ 70ാം ജന്മദിനത്തിന് ശേഷം ഡോഗരി ലേഖകായ ശിവനാഥ് ജിയെ വിവാഹം കഴിച്ചു. ലംബി ബീമാരി കെ ബാദ് 25 जनवरी 2019 को दिल्ली में उनका निधन हुआ. കൃഷ്ണ സോബതി മരിച്ചത് 2019 ജനുവരി 25-ാം തീയതി ദില്ലിയിൽ വെച്ച്. നമുക്ക് സാഹിത്യ പരിചയം നോക്കാം. महान कथाकार उपन्यासकार कृष्णा सोबती की प्रथम कहानी लामा थी. ഫസ്റ്റ് കഹാനി ഏതാണ്? ലാമയാണ്. ഇയറും കൂടെ നോട്ട് ചെയ്യുക. 1950 പബ്ലിഷ് ചെയ്തത്. മഹാൻ കഥാകാർ ഉപന്യാസकार कृष्णा सोबती की प्रथम कहानी लामा जो 1950 में प्रकाशित हुई थी. सन 1980 में इन्हें जिंदगी नामा के लिए साहित्य अकादमी पुरस्कार मिला था. जिंदगी नाമയ്ക്ക് 1918 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1996 ഇനി സാഹിത്യ അക്കാദമി കാ ഫെലോ ബനായ ഗയ. 1996 സാഹിത്യ അക്കാദമിയുടെ ഫെലോ ആയി. ജോ അക്കാദമി കാ സർവോच्च സമ്മാൻ ഹെ. ഫെലോ ആവുക എന്ന് പറയുന്നത് അക്കാദമിയുടെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനമാണ്. 2017 में इन्हें भारतीय साहित्य के सर्वोच्च सम्मान ज्ञानपीठ पुरस्कार से सम्मानित किया गया. എന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്? 2017. 2017 इन्हें भारतीय साहित्य के सर्वोच्च सम्मान ज्ञानपीठ पुरस्कार से सम्मानित किया. उनकी कहानियाँ बादलों के घेरे नामक संग्रह में संकलित है. അവരുടെ കഹാനി സംഗ്രഹമാണ് ബാദലോं के घेरे. ഇപ്പോൾ കൃഷ്ണ സോബതിയുടെ ഫസ്റ്റ് കഹാനി ഏതെന്ന് ചോദിച്ചാൽ ലാമ. ഇയർ 1950, 1950 ആണ് പബ്ലിഷിംഗ് ഡേറ്റ്. പിന്നെ 1980 അവർക്ക് സിന്ദഗി നാമയ്ക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1996 അവർ സാഹിത്യ അക്കാദമിയുടെ ഫെലോ ആയി. പിന്നെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത് 2017. പിന്നെ അവരുടെ ഫസ്റ്റ് കഹാനി സംഗ്രഹം എന്ന് പറയുന്നത്
बादलों के घेरे ആണ്. उनकी कहानियों बादलों के घेरे नामक संग्रह में संकलित है. രചനായും നമുക്ക് നോക്കാം. രചനായും എന്ന് പറയുന്നത് പ്രധാനമായും കഹാനിയാണ്. കഹാനികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഡാർസെ ബിച്ചുടി, തിൻ പഹാഡ്, ഐ ലഡ്കി, യാരോं के यार, മിത്രോ മർജാനി, ബാദലോं के घेरे. 6 എണ്ണമാണ് കഹാനികൾ. ഡാർസെ ബിച്ചുടി, തിൻ പഹാഡ്, ഐ ലഡ്കി, യാരോं के यार, മിത്രോ മർജാനി, ബാദലോं के घेरे. ഉപന്യാസ് സിന്ദഗീനാമ, ദിലോദാനേഷ്, സൂരജ്മുഖി അന്ധേരെ കെ, സമയ സർഗം. ഉപന്യാസങ്ങൾ 4 എണ്ണം. സിന്ദഗീനാമ, ദിലോദാനേഷ്, സൂരജ്മുഖി അന്ധേരെ കെ, സമയ സർഗം. 2 സംസ്മരണമുണ്ട്. നമ്മൾ കഥാസാഹിത്യമാണ് നോക്കുന്നത്, എന്നാലും നമ്മുടെ സിലബസിൽ 21वीं സദിക്ക് അന്യ ഗദ്യവിധായമുണ്ട്. അപ്പോൾ സംസ്മരണം കൂടി നോക്കുക. 2 സംസ്മരണമുണ്ട് കൃഷ്ണാസോപതിക്ക്. ഹം ഹസ്മത്, ശബ്ദോങ്കെ ആലോകമേ. 2 സംസ്മരണമാണ് കൃഷ്ണാസോപതിയുടെ. അപ്പോൾ രചനകൾ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് കഹാനി, പ്രഥമ കഹാനി ലാമയാണ് 1950. അത് കഴിഞ്ഞ് കഹാനികൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഡാർസെ ബിച്ചുടി, തിൻ പഹാഡ്, ഐ ലഡ്കി, യാരോं के यार, മിത്രോ മർജാനി, ബാദലോं के घेरे. ബാദലോं के घेरे കഹാനി സംഗ്രഹമാണ്. അവരുടെ കഹാനികളെല്ലാം കൂടി ബാദലോं के घेरे നമുക്ക് കഹാനി സംഗ്രഹിലാണ് ഉള്ളത്. ഉപന്യാസ് സിന്ദഗീനാമ, ദിലോദാനേഷ്, സൂരജ്മുഖി അന്ധേരെ കെ, സമയ സർഗം. സംസ്മരണം 2 എണ്ണമുണ്ട്. ഹം ഹസ്മത്, ശബ്ദോं के ആലോകമേ. ഇനി അവരെക്കുറിച്ച് പ്രധാനമായിട്ട് പറയുമ്പോൾ അവരുടെ സാഹിത്യത്തിലുള്ള സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഹിന്ദി का कथा साहित्य में कृष्णा सोबती की विशिष्ट पहचान है. वे मानती है कि कम लिखना विशिष्ट लिखना है. അവർ ഒരുപാടൊന്നും എഴുതിയിട്ടില്ല, കുറച്ച് എഴുതുന്നതും അത് സ്പെഷ്യലായിട്ട് എഴുതുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. वे मानती है कि कम लिखना विशिष्ट लिखना है. यही कारण है कि उनके संयमित लेखन और साफ रचना आत्मक अपना एक नित नया पाठक वर्ग बनाया है. അപ്പോൾ കൃഷ്ണാസോപതി ആണ് നമ്മൾ രണ്ടാമത് നോക്കിയത്. ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കാൻ പോകുന്നത് മമത കാലിയ. ഓക്കെ, താങ്ക് യു.